ഒരു അടിപൊളി മാങ്ങ അച്ചാർ നോക്കിയാലോ? നിങ്ങൾ ഇതുവരെ എന്തുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, പക്ഷെ പൊളിയാണ്. ചപ്പാത്തിക്കൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കാം. എങ്ങനെയാണെന്നല്ലേ? അപ്പം നമ്മൾ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ആദ്യം. എന്നിട്ട് പിന്നെ ആവശ്യമുള്ളത് കുറേ പച്ചമുളകാണ്. പച്ചമുളക് എരിവുള്ളതും എരിവില്ലാത്തതും. ഇതിൽ ഇളം പച്ച കളറുള്ളതിന് വലിയ എരിവില്ല, മറ്റ് ഡാർക്ക് ഗ്രീനിന് നല്ല എരിവുണ്ട്. അങ്ങനത്തെ ഞാൻ രണ്ടും ഈക്വൽ അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ വേണം, ഇതുപോലത്തെ മുളകും വേണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുനുകുന അരിഞ്ഞെടുത്താലും മതി. എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതുപോലെ ചെയ്യുക കേട്ടോ. എന്നിട്ടത് ഉപ്പിട്ട് വയ്ക്കുക, വെള്ളം ഒന്നും ഒഴിക്കരുത്. ഇപ്പോൾ ഇന്നാണ് ഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഉപ്പിട്ട് കുലുക്കി വയ്ക്കുക. നാളെ ഇതുപോലത്തെ കളറായി കിട്ടും. അങ്ങനെ തലേ ദിവസമേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പാകത്തിനുള്ള മുളകും അരിഞ്ഞെടുക്കുക കേട്ടോ, ആവശ്യത്തിനുള്ള മുളകും. ഇനി നമുക്കൊരു ജാറിലേക്ക് കടുക്, ജീരകം, ഉലുവ ഇത്രയൊന്ന് പൊടിച്ചെടുക്കാം. എളുപ്പപ്പണിയാട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത്ര എളുപ്പമാണോ പിക്കിൾ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇത്ര ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു പിക്കിൾ വേറെ ഇല്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, നല്ലെണ്ണയല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മുളക് തട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഭയങ്കര എരിവ് ഇങ്ങനെ വരും. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കുക കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം എന്ത് ചെയ്യണം? തീ കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആവണം മാങ്ങ, അതിന് വേണ്ടി ഞാൻ ഇടയ്ക്കിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് ഒരു 2 മിനിറ്റ് ഇളക്കുക ഒന്നും ചെയ്യരുത്, അതുപോലെ വച്ചേക്കുക. അതിൽ നിന്ന് വെള്ളം ഒന്ന് ഊറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, നമ്മളിപ്പോൾ പൊടിച്ച മിക്സില്ലേ, ജീരകം, കടുക്, ഉലുവയൊക്കെ ഇട്ടത്, ഉപ്പ്, കായം ഇത്രയും തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ ആ ഈർപ്പം അങ്ങ് വറ്റിക്കോളും. ഒട്ടും തന്നെ ഈർപ്പമില്ല, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ എല്ലായിടവും ഈ മിക്സ് സ്പ്രെഡ് ചെയ്യണം. അപ്പം നമുക്ക് കളർ കാണുമ്പോൾ ആ സ്മെല്ലിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സെറ്റായിന്ന്. അങ്ങനത്തെ ഒരു 5 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ സെറ്റാവും. അപ്പോഴത്തേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കറിവേപ്പില ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് വാടിയൊന്നും വരണ്ട, ചെറുതായിട്ട്. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ ചൂടത്തിങ്ങനെ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വയ്ക്കുക. ചപ്പാത്തിക്കൊക്കെ വേറെ ഒരു സൈഡ് ഡിഷും വേണ്ട, ഇതുപയോഗിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊരു പഞ്ചാബി സ്റ്റൈൽ പിക്കിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കണം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇപ്പോൾ രാവിലെ നമുക്കിപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു റൊട്ടി ഉണ്ടാക്കുമ്പോഴോ ഒന്നും നമുക്കിപ്പം സൈഡ് ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്കിൾ മാത്രം മതി. എസ്പെഷ്യലി എപ്പോഴാണ് ഇത് ഉപയോഗപ്പെട്ടതെന്നറിയോ? യാത്ര പോകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക, ഹാഫ് കുക്ക്ഡ് മേടിച്ചാലും മതി. ഈ പരുവാവുന്നവരെ നിങ്ങളൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പിക്കിൾ അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും പച്ചമുളക് ഇട്ടല്ലോ, എരിവ് ഉണ്ടല്ലോ ഒന്നും ഓർക്കണ്ട. അത്രയ്ക്കൊന്നും ഒരു എരിവും ഇല്ല. അടിപൊളി പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ.